കോതമംഗലം കുട്ടമ്പുഴയിൽ മദ്യവിൽപ്പനയെക്കുറിച്ച് പരാതി നൽകിയെന്നാരോപിച്ച് വനിതാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ ഒരു സംഘം മർദ്ദിച്ചെന്ന് പരാതി. വസ്ത്രങ്ങൾ വലിച്ചുകീറി മാനഹാനി വരുത്താനും പ്രതികൾ ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ 3 പേർക്കെതിരെ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പതിനഞ്ചിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. പിണവൂർക്കുടി ഭാഗത്ത് ക്ലബിന്റെ വിഷുവാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വാർഡ് മെമ്പറെയും സംഘത്തെയും ഒരു സംഘം ആക്രമിച്ചതായാണ് പരാതി. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് ഇവർ പറയുന്നു. ദേഹോപദ്രവം ഏൽപ്പിച്ചു, ചീത്ത വിളിച്ചു, വിവസ്ത്രയാക്കി മാനഹാനി വരുത്താൻ ശ്രമിച്ചു എന്നിവ ഉണ്ടായതായി എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നു. തന്നെയും മകൻ ഉൾപ്പെടെ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെയും മർദ്ദിക്കുകയായിരുന്നെന്നാണ് ഇവരുടെ ആക്ഷേപം. എന്റെ കൂടെ വർക്കിന് വന്ന എന്റെ അനിലിന്റെ മുഖം കണ്ടോ സാറൊക്കെ ഇതുണ്ടോ, ഇടിച്ചാണ്. എന്റെ മോന്റെ കണ്ണ് നെറ്റിക്ക് 3-4 മുറിവുണ്ട്. ഇതുണ്ടോ, എന്റെ കഴുത്തിന്റെ നീര് കണ്ടോ, ഇതെല്ലാം അവരെന്നെ ഇടിച്ച് തലക്ക് കയറി ചവിട്ടി. എന്റെ സാരി അങ്ങ് വലിച്ചു പറിച്ചിട്ട് 3/4 ഭാഗവും പറഞ്ഞു പോയി. ഞാൻ നാണം കെട്ടുപോയി. സംഭവത്തിൽ മധു, മനു, പ്രതാപൻ എന്നീ 3 പേർക്കെതിരെ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ UDF സമരരംഗത്തിറങ്ങുമെന്ന് സ്ഥലം സന്ദർശിച്ച UDF ജില്ലാ കൺവീനറും കോതമംഗലം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഷിബു തെക്കുംപുറം പറഞ്ഞു. അതിദാരുണമായ ആക്രമണമാണ് പിണവൂർക്കുടിയിൽ ഇന്നലെ നടന്നത്. തീർച്ചയായും പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായി ആവശ്യപ്പെടാനല്ല. ഇടതു പ്രവർത്തകർക്കെതിരെയാണ് UDF വാർഡ് മെമ്പർ അടക്കമുള്ളവർ പരാതി ഉയർത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.